കായംകുളത്തെ ഹോട്ടലുകളിനി ഹൈജീൻ കമ്മിറ്റിയുടെ നിരീക്ഷണത്തിൽ. പൊതുജന ആരോഗ്യം ഉറപ്പുവരുത്തുന്നതിനും ഹോട്ടലുകളുടെ ശുചിത്വ നിലവാരം ഉയർത്തുന്നതിനും ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ കായംകുളം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഹൈജീൻ മോണിറ്ററിംഗ് കമ്മിറ്റി രൂപീകരിച്ചു. നഗരസഭാ ചെയർമാൻ ശരത്ലാൽ ബെല്ലാരി സ്ക്വാഡിന്റെ പ്രവർത്തന ഉദ്ഘാടനം നിർവഹിച്ചു. ഹോട്ടൽ അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഇന്നിവിടെ ഒരു പരിശോധനയ്ക്ക് നമ്മൾ തുടക്കം കുറിക്കുകയാണ്. നിലവിൽ കായംകുളത്ത് ഒരുപാട് ഹോട്ടലിനെ പറ്റി പരാതി വന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഒരാഴ്ചയ്ക്ക് മുമ്പ് ഹെൽത്ത് വിഭാഗത്തിന് നിർദ്ദേശം കൊടുക്കുകയും അതിൻ്റെ ഭാഗമായി കുറേ ഹോട്ടലുകളിൽ കയറി പഴകിയ വസ്തുക്കളൊക്കെ പിടിക്കുകയൊക്കെ ഉണ്ടായി. എന്നാൽ ചില ഹോട്ടലുകളുടെ പേരുകൾ എന്തുകൊണ്ട് പുറത്തു പറയുന്നില്ല എന്നൊരു കുറേ മീഡിയകൾ ചോദിക്കുമ്പോൾ അതിൽ ഇപ്പം ഭരിക്കുന്ന ഭരണസമിതിയാണോ അല്ലെങ്കിൽ അവിടെ നിൽക്കുന്ന ഉദ്യോഗസ്ഥരാണോ അതിന് കൂട്ടുനിന്നത് എന്നൊക്കെ വരുമ്പോഴാണ് വരുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ സെക്രട്ടറി ആയിട്ടാണ് ഇന്നലെ കുറേ കടക്കാരുടെ പേരുകൾ കൊടുത്തത്. എങ്കിൽ ചില കടക്കാരുടെ പേരുകൾ അതിൽ ഉണ്ടായിരുന്നില്ല. കാരണം അവിടെ പഴയ വസ്തുക്കളൊന്നും പിടിച്ചിട്ടില്ല. പക്ഷെ പേര് കൊടുത്തപ്പോൾ കുറേ റെസ്റ്റോറൻറ്റുകളുടെ പേര് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോയി. ഇനി അതും അങ്ങനെ സംഭവിക്കത്തില്ല എന്ന് ഒരു ഉറപ്പ് വരാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ന് നസീർ സംസാരിച്ചതുപോലെ അവരുടെ നേതൃത്വത്തിൽ ഒരു പരിശോധന നടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവിധ സപ്പോർട്ടുകളും മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നടത്തുന്നു. നഗരസഭ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കാവിൽ നിസാം ഹൈജീൻ മോണിറ്ററിംഗ് കമ്മിറ്റിയെ കുറിച്ച് വിശദീകരിച്ചു. മോണിറ്ററിംഗ് കമ്മിറ്റി ചെയർമാൻ SK നസീർ, കൺവീനർ സത്താർ നൂറുദ്ദീൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ കായംകുളം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ഹൈജീൻ മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ പ്രവർത്തനങ്ങൾക്ക് ഇന്നിവിടെ തുടക്കം കുറിക്കുകയാണ്. ഇതിന്റെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ ഹോട്ടലുകളുടെ ശുചിത്വം, പൊതുജനാരോഗ്യവും അതുപോലെ ഹോട്ടലുകളുടെ ശുചിത്വം ഉറപ്പാക്കുക എന്നുള്ള ലക്ഷ്യം. ഹോട്ടലുകളുടെ ഇപ്പോഴുള്ള ശുചിത്വത്തിന്റെ നിലവാരം ഉയർത്തിക്കൊണ്ടുവരിക. കാരണം 1 ലക്ഷം പേരോളം വരുന്ന പട്ടണമാണിത്. ഈ പട്ടണത്തിൽ വരുന്ന ആളുകൾക്ക് നല്ല ഭക്ഷണം ജില്ലയിലെ ഫുഡ് ഹബ്ബാക്കി മാറ്റുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഞങ്ങൾ ഈ പദ്ധതി ഇവിടെ തുടക്കം കുറിച്ചിരിക്കുന്നത്. ഇതിന് ബഹുമാനപ്പെട്ട നഗരസഭയുടെ ഭാഗത്തുനിന്നും നഗരസഭാ ചെയർമാൻ്റെയും അതിൻ്റെ അധികാരികളുടെ ഭാഗത്തുനിന്നും എല്ലാ പിന്തുണയും ഉണ്ടാകുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഉദ്യോഗസ്ഥരുൾപ്പെടെയുള്ള ടീം ചേർന്നാണ് ഞങ്ങൾ പല പ്രവർത്തനങ്ങളും നടത്തുന്നത്. അതുപോലെ തന്നെ ഏറ്റവും നല്ല മാർക്ക് കിട്ടുന്ന 3 മാസം കഴിയുമ്പോൾ ഏറ്റവും നല്ല മാർക്ക് കിട്ടുന്ന ഹോട്ടലിന് ട്രോഫിയും അതുപോലെ അതിന് വേണ്ട പ്രോത്സാഹനവും അവർക്ക് നൽകും. അത് ഒരു ദിവസമല്ല, ഇത് നിരന്തരം തുടർന്നുകൊണ്ടേയിരിക്കും. പക്ഷേ ഈ ന്യൂനതകൾ ചൂണ്ടിക്കാട്ടി അത് ഇത്ര ദിവസത്തിനുള്ളിൽ പരിഹരിക്കണമെന്ന് പറയുകയും അത് പരിഹരിക്കാതിരിക്കുന്ന ഹോട്ടലുകളെ ഞങ്ങൾ നഗരസഭയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അതിന് വേണ്ട നടപടികൾ സ്വീകരിക്കാനുള്ള നിർദ്ദേശങ്ങളും കൊടുക്കുകയും ചെയ്യും. അതുകൊണ്ട് ഈ വിഷയത്തിൽ, ശുചിത്വത്തിൻ്റെ വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ചയും ആരുമായിട്ടും ഇല്ല. അതുകൊണ്ട് നല്ല ഭക്ഷണം, സുരക്ഷിത ഭക്ഷണം, ലൈസൻസുകളായ സ്ഥാപനം, ആരോഗ്യമുള്ള ജനത, ഇതാണ് നമ്മുടെ മുദ്രാവാക്യം. 10 അംഗങ്ങളടങ്ങുന്ന സ്ക്വാഡ് ഹോട്ടലിൽ പരിശോധിക്കുകയും അപാകതകൾ ഉണ്ടെങ്കിൽ ചൂണ്ടിക്കാട്ടി പരിഹരിക്കുവാൻ നിർദ്ദേശം നൽകുകയും ചെയ്യും. എന്നാൽ നിശ്ചിത സമയത്തിനുള്ളിൽ ന്യൂനതകൾ പരിഹരിച്ചില്ലെങ്കിൽ അത് നഗരസഭ ആരോഗ്യ വിഭാഗത്തെ അറിയിക്കുകയും തുടർ നടപടികൾ സ്വീകരിക്കുവാൻ ആവശ്യപ്പെടുകയും ചെയ്യും. 3 മാസത്തെ പരിശോധനയിൽ ഏറ്റവും കൂടുതൽ മാർക്ക് നേടുന്ന ഹോട്ടലുകൾക്ക് നഗരസഭയും ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷനും സംയുക്തമായി ചേർന്ന് ഗ്രേഡ് അടിസ്ഥാനത്തിൽ മൊമെന്റോ നൽകും. രമേശ് ആര്യ, സൈഫുദ്ദീൻ മാർവൽ, ശ്രീഹരി പാണ്ഡുരംഗ, ബിജു താസ, നൌഷാദ് മാസ്റ്റർ ഫുഡ്, മനാഫലി, അനസ് അൽനാസ്, മൈന വിവേകാനന്ദൻ, ബദറുദ്ദീൻ, പ്രവീൺ കുമാർ തുടങ്ങിയവർ സംയുക്ത സ്ക്വാഡിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കായംകുളം.